ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സോസ് പാനിലൊക്കെ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലേ, അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം തന്നെ തിളപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചപ്പോഴാണ് ഈ ഒരു കുഴപ്പം പറ്റിയത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സോസ് പാൻ വൃത്തിയാക്കി എടുക്കാം. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം കഴുകുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര കരിഞ്ഞ സോസ് പാനും വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. സോസ് പാനിൽ നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ സോസ് പാൻ കഴുകലെന്ന് പറഞ്ഞൊരു പണിയേ നമുക്കുണ്ടാവത്തില്ല. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നതാണല്ലേ, എല്ലാ വീടുകളിലും എല്ലാ വീട്ടമ്മമാരും അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു പണി തന്നെയാണ്. ഇത് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്കേ അല്ലാതായി തീരൂ കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കരുത്. അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്. നമുക്ക് ബിരിയാണിയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഇതുപോലെ ബിരിയാണിക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആ ഒരു ചിക്കൻ്റെ വെള്ളവും ആ ചെറുതായിട്ട് വരുന്ന ആ ഒരു വെള്ളവും പിന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ ഒരു നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയാണെങ്കിൽ എണ്ണ. ഈ രണ്ട് സംഭവങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിക്കകത്തേക്ക് ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് ബിരിയാണി റൈസ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല എളുപ്പമുള്ളൊരു ടിപ്പാണ്, ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റ് കിട്ടും ബിരിയാണിക്ക്, ഒരു പ്രത്യേക രുചിയാണ്. ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിനകത്ത് കിടന്നിട്ട് അത് വെന്ത് കഴിയുമ്പം ആ റൈസും വളരെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ചിക്കനും റൈസും വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ അടുത്ത് മീനൊക്കെ കറി വയ്ക്കാൻ കിട്ടുമ്പം കുറച്ച് പഴകിയ മീനാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, അതായത് ഒട്ടും മോശമായത് നമ്മൾ വെക്കൂലല്ലോ, കുറച്ച് പഴകിയതുപോലെ നമുക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കളയാനും പറ്റില്ല, കളയാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ വരൂലേ. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. നമ്മളിപ്പം 1 ടീസ്പൂൺ കടുകാണ് നമ്മളുടെ മീൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ അല്ലെങ്കിൽ 4 ടീസ്പൂണൊക്കെ വരെ നമുക്ക് കടുക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കടുക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, നമ്മളുടെ ആ ഒരു കറിക്ക് ആ ഒരു പഴകിയ ഒരു ചൊവയോ ഒന്നും വരത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ കടുക് കുറച്ച് കൂടുവന്നേ ഉള്ളൂ, പക്ഷേ ചൊവ്വ വ്യത്യാസം ഒന്നും ഉണ്ടാകത്തില്ല. മീൻ കറി നല്ല ഫ്രഷായിട്ട് വരികയും ചെയ്യും കേട്ടോ. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ മീൻ കഷ്ണങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പും കൂടി ഇട്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ പിറക്കിയിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം എത്ര ടേസ്റ്റ് ഇല്ലാത്ത മീനാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി ഇങ്ങനെ റെഡിയായി കിട്ടും. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കറിയൊക്കെ വെക്കാറുണ്ടല്ലോ, അപ്പോൾ കടുക് വറുത്തൊഴിക്കാറുള്ള കറിയുണ്ട്. അതായത് കറി വെന്തതിന് ശേഷം നമ്മൾ കടുക് വറുത്തിടാറുള്ള കറികളുണ്ടല്ലേ. അപ്പോൾ ആ കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ ഒരു 2-3 ടീസ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കടുക് വറുക്കുന്ന ആ ഒരു എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് ഒഴിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ കറിക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് നോക്കാം കേട്ടോ. ഏത് തരം പായസമാണെങ്കിലും, നമ്മളുടെ സേമിയ പായസമാണെങ്കിലും പാൽ പായസമാണെങ്കിലും ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുക എന്നുള്ളത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. 1/2 കപ്പ് പാലെടുക്കുക, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക, നന്നായിട്ട് കുറുക്കുക. നമ്മളുടെ 2 ടീസ്പൂൺ നമ്മളുടെ ചോറുണ്ടല്ലോ, ചോറും കൂടി ചേർത്ത് അരച്ചതിന് ശേഷം നമ്മളുടെ പായസത്തിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മളുടെ പായസത്തിൻ്റെ ലെവലേ വേറെയാകും. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ട്രൈ ചെയ്യണേ. അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ പഴംപൊരി, നമ്മളുടെ ഉഴുന്നുവട, സുഗിയൻ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ.
വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഏതാണോ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഓയിൽ അത് നല്ല ചൂടായതിന് ശേഷം മാത്രം നമുക്ക് നമ്മളുടെ സ്നാക്കുകൾ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ തീ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എണ്ണ കുടിക്കാത്ത സ്നാക്കുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. മുട്ടക്കറി നമ്മൾ റെഡിയാക്കുമ്പം പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു 2 ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടക്കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നല്ല സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ലഭിക്കുവേ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം പപ്പടവും കൂടി ചേർത്ത് നമ്മളുടെ ചമ്മന്തി അരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ ചമ്മന്തി കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്പാണ്. വേറൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മളെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുമ്പം നമ്മളുടെ കുരുമുളക് പൊടിയുണ്ടല്ലോ, അത് കുറച്ചെങ്കിലും നമ്മളുടെ കറികളിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണെങ്കിലും വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മളുടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിന് പകരം നമുക്ക് ഈ കുരുമുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ് കുരുമുളകിൻ്റെ കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ കുരുമുളക് ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം കേട്ടോ. കൊതുകിനെ ഓടിക്കാനുള്ള വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മളുടെ റൂമുകളിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. യാതൊരു ദൂഷ്യവശവും ഇല്ലാത്തൊരു ടിപ്പാണ്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന സമയങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ. ഏത് തരം മീനാണെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുകയാണെങ്കിൽ, ഏത് തരം മീനാണെങ്കിലും, മത്തിയാണെങ്കിലും അയലയാണെങ്കിലും ഇല്ലെങ്കിൽ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനാണെങ്കിലും എന്ത് തരം മീനാണെങ്കിലും നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തത് തയ്യാറാക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാ തരം മീനുകൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ടിപ്പാണ് കേട്ടോ. ചിലവരൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറില്ല. അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്, കുറച്ചും കൂടി നല്ലതും അതുപോലെ തന്നെ നല്ല സ്വാദിഷ്ടമായ ഹെൽത്തിയായ മീൻകറി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി മറ്റൊരു നല്ല ടിപ്സുകളുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.